ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ മരിച്ചവൻ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിയോണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി. അതിലത് പരാജയപ്പെട്ടു. ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് PV അൻവർ MLA ഉറക്കെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP ആളുകളെ കൊല്ലിക്കുന്നു, കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നു, കോടികൾ മുടക്കി വീട് വയ്ക്കുന്നു. സ്വർണ്ണക്കടത്തുകാരെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുക്കുന്ന സംഘങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പണി കാക്കിയിട്ട ഏമാന്മാർ തന്നെ ചെയ്യുന്നു. ഡാൻസ് ഓഫ് എന്ന പേരിൽ മയക്കുമരുന്നിനെതിരെ രൂപീകരിച്ച പോലീസ് സംഘങ്ങൾ കൃത്രിമമായി കേസുകൾ സൃഷ്ടിച്ച് നിരപരാധികളെ കൊല്ലുന്നു. അവരെ കൊന്നൊടുക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന അൻവറിന്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പൊതുവേദിയിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അൻവർ നയിക്കുന്ന ഈ യുദ്ധം ആർക്കു വേണ്ടി? അന്വേഷണത്തിൽ ഈ സർക്കാരിന് കീഴിലെ പോലീസ് നടത്തിയ ക്രിമിനൽ ചെയ്തികൾ പുറത്തുവരുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് KM അഭിജിത്ത്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇന്ന് PV അൻവർ സൂചിപ്പിച്ച റിദാന്റെ ബന്ധു മുജീബ് എന്നിവർ ചേരും. ആദ്യം മുജീബിലേക്ക്. മുജീബ്, വളരെ ദൗർഭാഗ്യകരമായൊരു മരണമാണ് റിദാൻ്റേത്. ഒരു കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി വന്ന് തൊട്ടുടനെ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. ഇന്ന് PV അൻവർ ഉന്നയിക്കുന്ന ആരോപണം ചെറിയ കാര്യമല്ല. റിദാന് സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. നിങ്ങൾക്കും സമാനമായ ആരോപണമുണ്ടോ? ഞങ്ങൾക്കുള്ള ആരോപണം ശരിക്കും പറയാച്ചെങ്കിൽ ഈ കേസിൻ്റെ തുടക്കം തന്നെ 2021 ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു പോലീസ് സംഘം ഉണ്ടല്ലോ, ഡാൻസ് ഓഫ്, അവരാണ് ശരിക്ക് എൻ്റെ മോനെ റിദാനെ ആദ്യമായി ട്രാപ്പിൽ കുടുക്കി ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി അതിൽ കുടുക്കി ജയിലിലേക്ക് പോകുന്നത്. അതാണ് ആദ്യം തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ എല്ലാ വീഡിയോസും അതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നമ്മൾ നിങ്ങളെല്ലാ ചാനലിലും കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഈ റിദാൻ നിരപരാധിയാണെന്ന് ശരിക്ക് അതിൽ തന്നെ അറിയാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പം ഷാൻ എന്ന പറയുന്ന ഒരു വ്യക്തിയാണ് അവൻ്റെ സുഹൃത്തായി ഒപ്പം നടന്ന് അവൻ ഒരു രാത്രി 7:30 മണിക്ക് പെരുന്നാൾ തലേന്നാണ് ഇവനെ കൊണ്ടുപോകുന്നത്. ഈ ഒരു വണ്ടിയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞു ഈ കൊലപാതകം നടന്നിട്ട് പിന്നെ 10:30 മണിയായിട്ടും ഇവനെ കാണാത്തത് കൊണ്ടാണ് അവൻ്റെ ഭാര്യ അവനെ തന്നെ ഈ ഷാനിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ മുകളിൽ ഒരു പിന്നെ ഇതേമാതിരി ഇവർ രണ്ടാളും ഒരു പിന്നെ പുലിക്കുന്ന് പറയുന്ന ഒരു സ്ഥലം എടവണ്ണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സുറച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഒരു ബൈക്കിന്മേൽ 2 ആൾ വന്നു, അപ്പോൾ ഞാൻ പോന്നു എന്നാണ് അവൻ പറഞ്ഞത് ആദ്യം. അത് കഴിഞ്ഞ് പിന്നീട് 1 മണിക്കൂർ ഇവനെ വിളിച്ചപ്പം ഇവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല, ഷാൻ എന്ന് പറയുന്ന ആൾ. രണ്ടാമത് രാവിലെ ഈ പെരുന്നാളിൻ്റെ അന്ന് ഇവൻ രാവിലെ വീട്ടിൽ വന്ന് റിദാൻ്റെ വീട്ടിൽ വന്ന് കണ്ട് പിന്നെ ഈദ് മുബാറക്ക് പറഞ്ഞു. ഇനിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഇനിയും വന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഇവൻ്റെ അനിയനോട്, റിദാൻ്റെ അനിയനോട്, അവൻ പുലിക്കുന്നുമലാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. റിദാൻ്റെ അനിയൻ പോയി നോക്കുമ്പോഴാണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. ഇതാണ് ഞങ്ങൾക്ക് പസ്സിൽ കിട്ടുന്ന ആ ഒരു രംഗം. അതിലാണ് ഇവൻ തന്നെയാണ് എന്നുള്ളത് പോലീസുകാർ പറയുകയും ഇവനെ കൊണ്ടുപോവുകയും സംഭവിച്ചത്. ഇതിൽ റിദാൻ്റെ ഭാര്യയെ ഇവർ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ, ഇവനുമായി പിന്നെ ഈ റിദാൻ്റെ ഭാര്യയും
ഈ ഷാനുമായി പ്രേമത്തിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം പിന്നീടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. അതിന് റിദാൻ്റെ ഭാര്യയെ ഇവർ നല്ലവണ്ണം അടിക്കുകയും ബൂട്ട് കൊണ്ട് ചവിട്ടുകയും എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്. അതും മരണപ്പെട്ട 2ാമത്തെ ദിവസമാണ് ഇതൊക്കെ അവരെ ചെയ്യുന്നത്. അവൾ പറഞ്ഞു അവനുമായിട്ട് ഒരു ബന്ധവുമില്ല, അങ്ങനെ ഒരു പ്രേമവുമില്ല, എല്ലാം അവൻ തുറന്നു പറഞ്ഞിട്ടും ഇവർ വിടാൻ ശ്രമിച്ചില്ല അവരെ. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ഇടപെട്ടപ്പോഴാണ് അവളെ വിട്ട് കിട്ടിയത്. ഇതാണ് ഒന്ന് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന ഷാൻ തന്നെയാണ് കൊലപാതകം നടത്തിയെന്ന് പോലീസ് ഞങ്ങളോട് പറഞ്ഞ അടിസ്ഥാനത്തിലും ആ FIRലും അവൻ തന്നെയാണ്. പക്ഷേ ഞങ്ങളെ സംശയം അവൻ ഒറ്റക്കല്ല. അവിടെയാണ് ഞങ്ങളുടെ സംശയം. ഒരിക്കലും അവൻ ഒറ്റക്ക് ഇത് കൊല്ലാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. മുജീബ്, ഷാൻ തന്നെയാണ് കൊന്നത് എന്ന് നിങ്ങൾ സംശയിക്കാൻ കാരണം എന്താണ്? ഷാനും ഈ റിദാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അതാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ ഷാനുമായിട്ട് ഒരു പ്രശ്നവും ഇതുവരെ റിദാൻ ഉണ്ടായിട്ടില്ല. അതാണ്. പിന്നെ അവൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഒരു സ്വർണ്ണ ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെ ചോദിച്ചാൽ ഇവരെ ഈ MDMA പിടിച്ച് റിദാൻ ജയിലിൽ പോവുകയും ജയിലിൽ നിന്നാണ് ഈ ഷാൻ്റെ ജ്യേഷ്ഠൻ നിസാം എന്ന് പറയുന്ന ആളുമായി അവിടുന്ന് കാണുന്നത്. അങ്ങനെ അവർ കമ്പനിയാകുകയും ഇവിടെ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു, കേസുകൾ ഞാൻ നടത്താം എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഈ ഷാനെ അവൻ നിസാം ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇത് വന്നത്. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഷാനും റിദാനും നല്ല ഒരു കമ്പനിയായി കൂട്ടായിരുന്നു. പക്ഷേ ഷാൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾക്ക് ഞാൻ പോവുകയാണ്, അത് വണ്ടിൻ്റെ പ്രശ്നമാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ പോയത് അവർ സ്വർണം ഈ നിസാമിൻ്റെ സ്വർണം തൃശ്ശൂർ ഉള്ള ഒരു സ്ഥലത്ത്, എന്താണ് സ്ഥലത്തിൻ്റെ പേര് ഇപ്പം എനിക്ക് കിട്ടുന്നില്ല, കൊരട്ടിയിലുള്ള ഒരു സ്ഥലത്തുള്ള ആൾ ഈ സ്വർണം നിസാമിൻ്റെ പൊക്കിയെന്നും അവനെ പോയി പൊക്കിക്കാണ്ട് 3 ദിവസം അവർ ഇവിടെ കൊണ്ടുവരികയും അവനെ എന്തൊക്കെ ചോദ്യം ചെയ്ത് ലാസ്റ്റ് ആ സ്വർണം അവർക്ക് ലഭിച്ചു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അതിൽ ഈ കൊരട്ടിയുള്ള ആൾ പോയിട്ട് അവിടെ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുകയും എന്നെ അങ്ങനെ ആക്രമിച്ചു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് 2 മാസം പോലെ ഈ റിദാൻ വീണ്ടും ജയിലിൽ പോകാൻ ഇത് കാരണം വന്നത് ഈ നിസാമിൻ്റെ കാരണത്താലാണ്. അതുവരെ ഇവന് സ്വർണത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ ഈ സ്വർണം എന്താണോ ചെയ്തത് എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിലാണ് ഈ ജ്യേഷ്ഠൻ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു എന്നില്ല. അതിന് അനിയനായ നിസാമിൻ്റെ അനിയൻ ഷാന് ഇവനെ കൊല്ലാനുള്ളൊരു കാരണം എന്താണെന്നില്ലാണ് ഞങ്ങൾക്ക് അറിയാത്തത്. അതേപോലെ തന്നെ അവൻ്റെ കയ്യിൽ 2 മൊബൈലുണ്ടായിരുന്നു, ഒരു ആപ്പിളിൻ്റെ ഫോണും വേറൊരു ഫോണും. ആ 2 ഫോണും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പോലീസിനെ വളരെയധികം ഈ വ്യാജ MDMA കേസിൽ ജയിലിൽ പോകേണ്ടി വന്ന ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ അവിടെ വെച്ചൊരു സ്വർണ്ണക്കടത്തുകാരനെ പരിചയപ്പെടുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവരുമായി ബന്ധപ്പെടുന്നു. അത് മാത്രമാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള റിദാന്റെ ബന്ധം. പിന്നീട് ഒരു സംഭവം കൂടി ഉണ്ടാവുന്നു. യെസ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് സംശയിക്കുന്നത്? ഈ നിസാമൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ നിസാമിന് ഇപ്പോഴും ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട അതറിയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇവരെയൊന്നും വലിയൊരു പരിചയങ്ങളില്ല. സത്യത്തിൽ ഇവരൊക്കെ നമ്മുടെ ഈ നാട്ടുകാരാണെന്ന് എനിക്കറിയാം. നമ്മളെ തൊട്ടടുത്ത് മുണ്ടേങ്കര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകളാണ് ഈ 2 ആളും. അവരും ജ്യേഷ്ഠനും അനിയനുമാണ്. ഈ അനിയനാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ജ്യേഷ്ഠൻ പറയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ ഞാൻ കാണിക്കാം എന്നൊക്കെ. റിദാൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ഉമ്മാനോടൊക്കെ അവർ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവരൊന്നും ചെയ്തിട്ടുമില്ല. അവരിപ്പോഴും നമ്മുടെ നാട്ടിലൂടെ തന്നെ ഞങ്ങളുടെ മുമ്പിലൂടെ തന്നെ നടക്കുകയും നമ്മളെ വളരെയധികം സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മുജീബ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, റിദാനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. പോയിന്റ് ബ്ലാങ്ക് എന്ന് വെച്ചാൽ വളരെ തൊട്ടടുത്ത് നിന്ന് വെടിവെച്ചു എന്നാണ്. ഒരു വെടിയുണ്ട ശരീരം തുളഞ്ഞു പോയിട്ടുണ്ട്. അതിനർത്ഥം തൊട്ടടുത്ത് നിന്നാണ് വെടിവെച്ചത്. ഈ വെടിവെച്ച തോക്ക് ഷാന്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ടെന്ന് പറയുന്നു. നിങ്ങൾ ഈ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ പരിശോധിച്ചിരുന്നോ? ഏത് തോക്കാണ്, എന്ത് വെടിയുണ്ടയാണെന്നൊക്കെ? അതൊന്നും നമുക്ക് തന്നിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകെ 2 ആഴ്ചയാണ് ഇതിൻ്റെ കേസുകൾ ലൈവായിട്ട് നിന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിച്ചു എന്ന് ഞങ്ങൾ ചെന്ന് ചോദിച്ചാലും ഒരു വിവരം നമ്മളോട് കിട്ടില്ല. ഇതാണ് നമുക്കുള്ള ഒരു പ്രശ്നം വന്നത്. അതേപോലെ തന്നെ നമ്മൾ
പഴയ SP യുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരും പോയതാണ്. ഈ കേസിൻ്റെ ഗതികൾ മാറി വരുന്നുണ്ടോ സാറേ, ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനല്ല അങ്ങനെ പറഞ്ഞത്, നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. എന്താ സാറേ ചോദിച്ചപ്പം പറഞ്ഞത്, ഷാൻ എന്ന് പറയുന്ന ഈ കൊന്ന ആളെ ഞാൻ പോയി കണ്ടിരുന്നു. ആ ഷാൻ എന്നോട് പറഞ്ഞു, ഞാൻ സാറേ 90 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവർക്ക് 10-40 ലക്ഷം രൂപ കൊടുത്ത് അവരെ ഈ കേസ് ഒതുക്കുകയും അത് ഞാൻ പുഷ്പമായി ഇറങ്ങിപ്പോവുകയും ചെയ്യും, അതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു എന്ന് നമ്മുടെ പഴയ SP ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ എടുത്തേക്ക് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് 40 ലക്ഷം അല്ല 10 കോടി തന്നാലും ഞങ്ങൾ ഇതിൻ്റെ ആരെയും വിടില്ല, അത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ആ ഒരു ഇതിന് മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ മോൻ്റെ ജീവൻ കളഞ്ഞവരെ ഞങ്ങൾ എന്തായാലും ഇതിൽ പുറത്തേക്ക് കൊണ്ടുവരും, അതുവരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ SP പറഞ്ഞു അതന്നെ ഞങ്ങൾക്ക് വേണ്ടത്, ഇല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇത് അന്വേഷണത്തിൽ നിൽക്കണ്ടല്ലോ, വെറുതെ അന്വേഷിച്ചിട്ട് നിങ്ങൾ തമ്മിൽ ജോയിൻ്റ് ആകുകയെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് പോകണ്ടല്ലോ എന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഈ MDMA കേസ് ഉണ്ടാവുന്ന ഏത് വർഷമാണ്? ഈ MDMA കേസ് വ്യാജമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞല്ലോ? ഒരാൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, അയാൾ പറയുന്നത് അത് കുടിക്കുകയാണെന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ ആരാണ്? ആ പറയുന്ന ആൾ ആരാണ്? അയാൾക്ക് തല്ല് കിട്ടിയ മാതിരി മുഖം കാണുന്നുണ്ട്, മുഖം കലങ്ങിയിരിപ്പുണ്ട്. അതെ, അതായത് അയാൾ എടവണ്ണ സ്വദേശി തന്നെയാണ്. പക്ഷേ അയാൾ അന്ന് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഷമീം എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു എടവണ്ണ, ഒരു ഹോട്ടൽ വ്യാപാരിയായിരുന്നു. അയാൾക്ക് ഈ MDMA ആയിട്ട് ബന്ധമുണ്ട്. ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണ്, MDMA പിടിച്ച് ജയിലിലാണ്. ഇപ്പം അയാൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. അവൻ്റെ വണ്ടി, ഈ ഷമീമിൻ്റെ വണ്ടി അമ്മായി കൊണ്ടോട്ടിയിൽ ഇപ്പം ഈ പറഞ്ഞ നിങ്ങൾ ഈ കണ്ട ഈ മുഖം കലങ്ങി എന്ന് പറയുന്ന പയ്യൻ ഈ ഷമീമിന് 1 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ 1 ലക്ഷം രൂപ ഇവൻ തരാനുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ റിദാനെ അവൻ്റെ വണ്ടി കേടാണെന്ന് പറഞ്ഞിട്ട് റിദാൻ്റെ വണ്ടിയുമായിട്ടാണ് കൊണ്ടോട്ടി പോകുന്നത്. ഇവർ ടാർഗറ്റ് ഇട്ടത് ശരിക്കും ഷമീമനാണ്. ഇവരിട്ട പക്ഷേ ഷമീം ഈ വണ്ടി നിർത്തിയോടുകൂടി ഒരു കുപ്പി വെള്ളം വാങ്ങാൻ വേണ്ടി കൂൾ ബാറിൽ കയറുന്ന നേരത്ത് ഈ പറയുന്ന പയ്യൻ വന്ന് സിഗരറ്റ് കൂളുമായി ഈ ആളെ റിദാൻ്റെ മേത്തേക്ക് ഇട്ടപ്പോൾ ആ സംഭവം അത് പുറത്തേക്ക് തെറിച്ചു പോവുകയും അതിൽ ഇവരെ ഡാൻസ് ആപ്പിൻ്റെ ടീമും അവർ തൊട്ട് ബാക്കിൽ തന്നെ നിൽക്കുകയും അത് പുറത്തുനിന്ന് എടുത്തിട്ട് ഇവനോട് നിൻ്റെ സാധനമാണല്ലോ ചാടിയെന്ന് പറഞ്ഞിട്ട് അവനെയും ഈ എറിഞ്ഞ ആളെയും അവർ കൊണ്ടുപോയി കുറച്ച് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കുറച്ച് താഴേക്ക് കൊണ്ടുപോയി കണ്ട് ഈ എറിഞ്ഞ ആളെ ഇറക്കി വിടുകയും റിദാനെ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യുകയാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. അത് അന്ന് ഞങ്ങൾക്ക് ഇതറിയില്ല. നമുക്കാകെ വെപ്രാളത്തിൽ ഞങ്ങളാകെ ടെൻഷനിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നടാടുണ്ടാകുകയാണ്. ഈ റിദാൻ എന്ന് പറയുന്ന ആൾ PWD ലൈസൻസും അയാൾ കോൺട്രാക്ട് വർക്ക് കൊടുത്ത് നടന്ന് ഒരു ഫാമിലി നല്ല രീതിയിൽ അവനും അവൻ്റെ അനിയനും അവൻ്റെ വാപ്പയും ഉമ്മയും ഉള്ള ഒരു ചെറിയൊരു ഫാമിലിയായിരുന്നു. ആ വാപ്പ അതോടുകൂടി തകർന്ന് മരണപ്പെടുകയും അത് വളരെ ഞങ്ങളുടെ കുടുംബത്തിന് വല്ലാത്തൊരു ഷോക്ക് വരികയും ഈ ഒരു കാര്യത്തിൽ രണ്ടാമത് ഇവൻ്റെ മരണം അതിലേറെ വലിയൊരു ഷോക്ക് വന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇതിലും മേലെ ഒന്നും സംഭവിക്കാൻ ഇല്ലാത്തൊരു വല്ലാത്തൊരു കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങളെ ഫാമിലിയെ തകർക്കുകയും പിന്നീട് ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അറിയുകയും ഇതിലൊക്കെ ഇവനില്ല എന്നും ഇതൊക്കെ പല രീതിയിലും ഇവനെ ട്രാപ്പ് ചെയ്ത് കുടിക്കുക എന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രയും വിവരങ്ങൾ ഈ PV അൻവർ MLA വിളിച്ചു പറഞ്ഞ സാഹചര്യത്തിൽ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമോ? ഞങ്ങൾ ഇതിനു മുമ്പ് ഈ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അന്വേഷിക്കുകയും ഇതിൻ്റെ FIR-ഉം ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ബഷീർ MLA കാണുകയും ഏറനാട് ബഷീർ MLA കാണുകയും ബഷീർ MLAയുടെ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും MLA പറഞ്ഞു നമുക്ക് ഇതിന് നല്ലൊരു APP ആണ് നമുക്ക് വേണ്ടത്, നിങ്ങളെ കേസ് വാദിക്കാൻ നല്ലൊരു സാമർഥ്യമുള്ള APP-നെ കിട്ടണം, ആ APP ആരാന്ന് നോക്കി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. MLA തന്നെ APP-യെ കണ്ടെത്തുകയും അതിൽ ഇതിൽ നമ്മളൊരു ലെറ്റർ ഉണ്ടാക്കി മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രി അതേപോലെ അത് നേരെ SP ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മലപ്പുറം SP ഓഫീസിലേക്ക്. പക്ഷേ മുജീബ് അത് അന്ന് ഷാനാണ് കൊന്നത് എന്ന നിങ്ങളുടെ ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ? കൊല്ലിച്ചവരെ കണ്ടെത്തണമല്ലോ.
അതെ അതന്നെ. അപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇതിന് വരാനുള്ള കാരണം പറഞ്ഞുതരാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പിന്നെ APPനെ വെക്കാൻ വേണ്ടി മലപ്പുറം SP ഓഫീസിൽ വന്ന് ആ ലെറ്ററിന് വേണ്ടത് SP ഓഫീസിൽ നിന്ന് പോയൊരു പരാതി എന്താ വെച്ചാൽ ഇങ്ങനൊരു കൊലപാതകത്തിന് പിന്നെ APPനെ വേണ്ട എന്നും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ അഡ്വക്കേറ്റിനെ അവർക്ക് വെച്ചു കൊടുക്കാമെന്നാണ് എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളിതൊക്കെ അഡ്വക്കേറ്റുമാരൊക്കെ ആയിട്ടാണല്ലോ നമ്മളിതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക. പക്ഷേ അതേമായി തന്നെ അൻവർ MLA ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ രൂപങ്ങൾ ഇങ്ങനെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതിലാണ് ഞങ്ങൾ ഇത് പിന്നെ MLA പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്കും ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ എല്ലാം ഈ പോലീസ് ഓഫീസർമാരുടെ കളികൾ ഇതിലുണ്ടോ, ഇതിൻ്റെ പിന്നിൽ ഇതേമാതിരി കള്ളക്കടത്ത് സംഘങ്ങളുണ്ടോ, ഇത് കൊലപാതകം ഇതിൽപ്പെട്ടവരാണോ, ഏത് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ അവരാണോ, ഈ ഷാനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണോ ഇവർ പറഞ്ഞിട്ട് ഇവനിതിൽ അങ്ങനെ ഒക്കെ ഒരു തോന്നലും കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ചെറിയ. അപ്പം ഞങ്ങൾക്ക് അന്വേഷണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ അന്വേഷണം ഞങ്ങൾക്ക് CBIനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളെല്ലാ ഇതും. ഇടവണ്ണ വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കാനുള്ള തീരുമാനം ഇന്നുണ്ടായിട്ടുണ്ട്. ജനകീയ കമ്മിറ്റി വരും, അതിൻ്റെ പ്രക്ഷോഭങ്ങൾ തുടങ്ങും. എന്തായാലും ഇത് വലിയൊരു സംഭവങ്ങളാക്കി ഇത് അന്വേഷണം ഇതാക്കി വരണം എന്നാണ് ഞങ്ങളെ. ശരി മുജീബ്. ശ്രീ അഭിജിത്ത്, ഈ നട്ടലിലൂടെ മരവിപ്പ് കടന്നു പോകുന്ന കഥകളാണ് ഇപ്പോൾ PV അൻവർ തുറന്നുവിട്ട ഒരു ഭൂതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന കഥകൾ. ഇപ്പോൾ മുജീബ് പറയുന്നത് കേൾക്കുക, അൻവർ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം കേൾക്കുക. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് ഇങ്ങനെ ഒരു പോലീസിന്റെ സുരക്ഷയുണ്ട് എന്ന ധൈര്യത്തിലാണല്ലോ. എന്തു തോന്നുന്നു? അജിംസ്, അത്യന്തം ഗൗരവകരമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഇന്നലെയും ഇന്നുമായി കേരളത്തിൻ്റെ പൊതുസമൂഹം കേൾക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത രീതിയിൽ, സംസ്ഥാന ഭരണത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ പൊതുജനത്തിന്, ഓരോ പൗരനും തലകുനിക്കുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ കൊട്ടേഷൻ ക്രിമിനൽ മാഫിയ സംഘങ്ങളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുന്ന രക്ഷകരായിരുന്ന പോലീസ് സേനയിൽ ഇന്നൊരു പറ്റം കൊട്ടേഷൻ ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന പോലീസ് സേനയായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. നോക്കൂ, എത്ര അപകടകരമാണ് ഈ ഒരു അവസ്ഥ. അജിംസ് തന്നെ സൂചിപ്പിച്ചു, ഈ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഓരോ മനുഷ്യനും കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ കിടന്നുറങ്ങുന്നത് തങ്ങൾക്ക് തൻ്റെ സ്വത്തിനോ ജീവനോ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇവിടെ ഒരു സേനയുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട്, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അതൊക്കെ വെറും ധാരണ മാത്രമാണെന്നും ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളെക്കാൾ നിഗൂഢമായ കൊടും ക്രിമിനലുകളാണ് ഇന്ന് പോലീസ് വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് തുറന്നു പറയുന്നത് ആരാണ്? തുറന്നു പറയുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ MLAയോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൗരനോ അല്ല. എല്ലാ രീതിയിലും ഇടതുപക്ഷത്തിനെ, പ്രത്യേകിച്ച് CPM ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു MLAക്ക് ഇത് പറയേണ്ടി വരികയാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇന്ന് കളക്ടറെ കണ്ട് എൻ്റെ ജീവൻ, എനിക്ക് ജീവിക്കണമെങ്കിൽ ഒരു തോക്ക് വേണമെന്ന് പോലും പറയുന്ന ഗതികേടിലേക്ക് നമ്മളുടെ നാട് മാറുന്നു. ഒരു ഇടതുപക്ഷ MLAക്ക് തോക്ക് ഉണ്ടെങ്കിലേ ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുചെന്നെത്തിച്ചത് ആരാണ്? നോക്കൂ, നമ്മളിപ്പോൾ റിദാന്റെ കുടുംബം പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്. വളരെ അപകടകരമായ പല കാര്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ നിൽക്കുന്ന കോഴിക്കോട്. ഇന്നലെ ശ്രീ PV അൻവർ വെളിപ്പെടുത്തിയ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് ആട്ടൂർ എന്ന് പറയുന്ന മാമി ഒരു വർഷക്കാലമായി കോഴിക്കോട് നിന്ന് കാണാതായിട്ട്. ആ മാമി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തിരോധാനത്തിന് പിന്നിലും ഈ പറയുന്ന ADGPക്ക് പങ്കുണ്ട് എന്ന് MLA പറയുകയാണ്. ആ കുടുംബം ഇപ്പോഴും മാമി എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് കണ്ടുകിട്ടാൻ, അദ്ദേഹം മരിച്ചോ ജീവിച്ചോ എന്നെങ്കിലും അറിയാതെ കഴിഞ്ഞ ഒരു വർഷക്കാലമായ കുടുംബം തെരുവിലാണ്. ഏതെല്ലാം ഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒരു മാസക്കാലം മുൻപാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയിട്ട് കാണുകയാണ് ആ കുടുംബം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ മനുഷ്യൻ്റെ മക്കൾ പറയാം, ഞങ്ങളുടെ ഉപ്പയെ കാണണം. ആ മനുഷ്യൻ്റെ ഭാര്യ, കഴിഞ്ഞൊരു വർഷക്കാലമായിട്ട് തൻ്റെ ഭർത്താവിനെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ഭാര്യ പറയുന്നു, എനിക്കെൻ്റെ പ്രിയപ്പെട്ടവനെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ കേരളത്തിൽ ആരോടാണ് നാളെ ഇത്രയും പരാതി പറഞ്ഞത്? ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം പരാതി പറഞ്ഞത് ഈ പറയുന്ന അജിത് കുമാർ അടങ്ങുന്ന ഒരു സംഘത്തോടാണ്. അപ്പോൾ ഇവിടെ കൃത്യമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വലിയൊരു മാഫിയ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നു. ശ്രീ അജിംസ്, ഇത് പറയുന്നത് ആരാ? 2007 ജൂലൈ 6 ബഹുമാന്യനായ അന്നത്തെ ജസ്റ്റിസ് സുകുമാരൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയനും അതേപോലെ തന്നെ MK ദാമോദരനും മാഫിയ വളർത്തുകയാണ്. 2007 പറഞ്ഞു വെച്ച വാക്കുകളാ. പ്രവാചക തുല്യമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പിണറായി വിജയനെ അറിയുന്ന ആളുകൾക്ക് അന്നേ അറിയാമായിരുന്ന കാര്യമാണ്. 2007 ജൂലൈ 6 പറഞ്ഞു വെച്ച വാക്കുകൾ ഇതാ 2024 അന്വേഷണം പ്രഖ്യാപിച്ചത്. എങ്ങനെയാ? ഇതേ പിണറായി വിജയനാണ് ഈ പോലീസ് മാഫിയക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇത് കട്ടവനെയും
കക്കാൻ പ്രേരിച്ചവനെയും ഒക്കെ സംരക്ഷിക്കാനുള്ള അന്വേഷണം എന്നല്ലാതെ മറ്റെന്താണ് അജിംസ് ഇതിൽ പറയാൻ സാധിക്കുക? നിങ്ങൾ നോക്കൂ, പിണറായി വിജയന്റെ കഴിഞ്ഞ 9 വർഷക്കാലം 8 വർഷക്കാലം ഈ നാട്ടിൽ ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മാഫിയകളെ നിയന്ത്രിക്കുന്ന ഒരു ഓഫീസായി പിണറായി വിജയന്റെ ഓഫീസ് മാറിയില്ലേ? അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കുറെ കാലം ജയിലിലായിരുന്നു. അതിനുശേഷം ആരായിരുന്നു വന്നത്? പിന്നീട് വന്നത് പിണറായി വിജയന്റെ അടുപ്പക്കാരൻ, ഒരു വിജിലൻസിന്റെ തലപ്പത്തിൽ നിന്ന് മാറ്റി എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി വെച്ച ഒരാളെ പിന്നീട് ഈ ഭരണകൂടം പിണറായി വിജയൻ പ്രതിഷ്ഠിക്കുന്നത് ADGP ആയിക്കൊണ്ടാണ്. കേരളത്തിന്റെ ക്രമസമാധാനം പാലിക്കുന്നതിന്റെ ഹെഡായി ഈ അജിത് കുമാറിനെ വെച്ചതിന്റെ ചേതോവികാരം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ നേരത്തെ നമുക്കറിയാം ശിവശങ്കറിനെ പോലെ തന്നെ പിണറായി വിജയന് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവനായിരുന്നു ഈ പറയുന്ന അജിത് കുമാർ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരെ രണ്ടും നിയന്ത്രിക്കുന്നത് അവിടെ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ അജിത്തിനെയും ഈ ശിവശങ്കറിനെയും മാത്രമാണോ? അല്ലല്ലോ. P. ശശി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആ ഓഫീസിൽ കിടക്കുന്നില്ലേ? ആ P. ശശിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആരോപണങ്ങൾ PV അൻവർ ഇന്നലെ ഉന്നയിച്ചു. അപ്പോൾ ഈ പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് കേരളത്തിലെ അല്ല, ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമിന്റെ ടീമിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, നാണിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു നിഗൂഢ സംഘം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മഞ്ഞുമലയുടെ അറ്റമാണ് അജിത് കുമാറും ശിവശങ്കറും ശശിയും ഒക്കെയെങ്കിൽ ആ മഞ്ഞുമലയെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് ആ കാര്യങ്ങളെപ്പറ്റി അതുമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. അന്വേഷണം വേണം. എങ്ങനെയാണ് അന്വേഷണം വേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം ഒഴിഞ്ഞുകൊണ്ട് ഒരു CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറുണ്ടോ? ഞങ്ങളുടെ ചോദ്യത, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തൻ്റെ പദവി രാജിവെച്ചുകൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. കാരണം കേരളം ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു ഗതികേടിലൂടെ നമ്മുടെ നാടിനെ പറഞ്ഞയക്കുന്നു. അജിംസ് ഇതുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ റിദാന്റെ ബന്ധു സൂചിപ്പിച്ചല്ലോ, അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഡാൻസ് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് വരാം. പക്ഷേ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തുമൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഇന്നലെ ഇന്നുമായി നമ്മൾ കേൾക്കുക. ഇതാദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നതാണോ? ഇപ്പോൾ സ്വപ്നയിലൂടെ നമ്മൾ കേട്ടു, ഈ ശിവശങ്കറിലൂടെ കേട്ടു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ കേട്ടു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞൊരു മാസക്കാലം മുൻപ് കണ്ണൂരിലെ DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന മനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, കേരളത്തിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്തുകൾ നടക്കുന്നു, അത് നിയന്ത്രിക്കാൻ ഒരു കണ്ണൂർ ലോബിയുണ്ട്, ഒരു നെക്സസ് ഉണ്ട്. നമ്മൾ കേട്ടല്ലോ, അന്ന് മനുവിനെതിരെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം കൂട്ടിവെച്ച് വായിക്കുമ്പോൾ മനു പറഞ്ഞത്, ശിവശങ്കറിന്റെ നടപടികൾ, സ്വപ്ന പറഞ്ഞത് എല്ലാം വെച്ച് നോക്കിയാൽ, അജിത് കുമാറിന്റെ ബന്ധം, പോലീസിലെ ചില ക്രിമിനലുകളുടെ ബന്ധം, ഇതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും എത്രയോ വ്യാപ്തിയുള്ള ഇത്തരം നടപടികളാണ് ഈ നാട്ടിൽ നടക്കുന്നത്. മാഫിയ പ്രവർത്തനമാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ അത് മാത്രമല്ലല്ലോ, അന്ന് നമ്മൾ കണ്ടു ഈ ലക്ഷ്മണ കൊടുത്തൊരു, അന്ന് IG ആയിരുന്ന ലക്ഷ്മണ അദ്ദേഹത്തിന്റെ ബെയിലിന് വേണ്ടി കൊടുത്തൊരു കാര്യമുണ്ട്. അന്ന് നമ്മൾ കണ്ടത് എന്താ? അന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു, ഇവിടെ പണം വാങ്ങി സ്വാധീനിക്കാൻ, ഇവിടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ, ഭരണഘടനാ സ്ഥാപനത്തിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച്. അതുകൊണ്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഈ കേരളത്തിൽ ഇതുപോലെ ഗൗരവമുള്ള ഒരു ആരോപണങ്ങൾ വരുമ്പോൾ അത് അന്വേഷിക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ഏജൻസിക്കും സാധിക്കില്ല. ആ അന്വേഷണമൊക്കെ ഏകപക്ഷീയമായിരിക്കും. അജിത് കുമാറിനെ നാളെ വെള്ളപൂശുന്ന നടപടികളായിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു. അജിംസ് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് വർഷങ്ങളായി മാധ്യമരംഗത്തുള്ള ആളാണ്, പോലീസ് സേനയിലൊക്കെ വർഷങ്ങളായിട്ടുള്ള ആളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്ക് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് കവടിയാറിൽ 10 സെന്റ് ഭൂമി വാങ്ങണമെങ്കിൽ അത് ഒരു പോലീസുകാരന്, സാധാരണ ADGPക്ക് സാധിക്കുന്ന കാര്യമാണോ? നമുക്ക് അതിലേക്കൊക്കെ വരേണ്ടി വരും. ശരി അഭിജിത്ത്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അൻവർ ഈ അജിത് കുമാറിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം തെളിവ് സഹിതമാണ്. എങ്ങനെ ഈ പണമുണ്ടായി ഈ വീട് വയ്ക്കാൻ എന്ന ചോദ്യം ലോജിക്കുള്ളതാണ്, യുക്തിസഹമാണ്. മറ്റൊന്ന് അത് കൊള്ളയെക്കുറിച്ചാണ്, സ്വർണം പൊട്ടിക്കൽ കൊള്ളയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ആ തെളിവ് ചൂണ്ടിക്കാട്ടുന്നത്. കൊലയെക്കുറിച്ച്, ആളുകളെ കൊല്ലിക്കുന്നവനാണ് ADGP എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഈ ഉദാഹരണം, റിദാന്റെ ഉദാഹരണം പറയുന്നു, മാമി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ തിരോധാനത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആജ്ഞാനുവർത്തിയായ ഒരു ADGP, ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ഭരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്തരം നിയമവിരുദ്ധമായി ഇല്ലീഗലായി ഒരുതരം കാർട്ടലുകൾ ഫോം ചെയ്യുന്നു, പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുള്ള കാർട്ടലുകൾ ഫോം ചെയ്യുന്നു. ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഒരു DGP ലെവലിൽ ADGPക്കെതിരെ അന്വേഷിക്കുമെന്ന് പറയുന്നു. ഈ അന്വേഷണം സത്യസന്ധമായിരിക്കുമോ? അങ്ങനെ കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്താൽ കേൾക്കാം.
ഞാൻ ബൽദേവിലേക്ക് വരാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്, അതൊന്ന് പെട്ടെന്ന് ശരിയാക്കണം. മുജീബ്, ഇവിടെ ഒരു പ്രശ്നം, ഇത് ഒരു റിദാന്റെ മാത്രം കേസല്ല. ബൽദേവ് കേൾക്കാമോ? ഓക്കെ, ഞാൻ ബൽദേവിലേക്ക് വരാം. മുജീബ്, ഇതൊരു റിദാന്റെ ഒറ്റപ്പെട്ട കേസല്ല. ഇങ്ങനെയുള്ള നിരവധി കേസുകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. റിദാന്റെ വിഷയത്തിലുള്ള പ്രശ്നം, റിദാൻ വളരെ നിരപരാധിയായ, അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു കോൺട്രാക്ട് ജോലി ചെയ്ത് ജീവിച്ച ഒരു സാധാരണ യുവാവ്, കുടുംബജീവിതം നയിക്കുന്ന ഒരു യുവാവ് ഒരു വ്യാജ കേസിൽ അകത്തു പോകുന്നു. അതായത് അവർക്ക് ചിലപ്പോൾ പോലീസിൽ ആൾ തെറ്റിപ്പോയതായിരിക്കും, എങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ അത് ചെയ്തിട്ട് അയാളെ കൊന്നു കളയുന്നതിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ പോലീസിന്റെ ചെയ്തതിനെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമോ? നിഷ്പക്ഷമായിട്ട് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് നിഷ്പക്ഷമായി തോന്നിയില്ല. അങ്ങനെയെങ്കിൽ ഈ ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരില്ലേ? അതെ, ഞങ്ങളിപ്പം അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ പിന്നെ മുഖ്യമന്ത്രിനെ കാണണം. അത് ഞങ്ങളെല്ലാം ഒരു അരജി തയ്യാറാക്കി മുഖ്യമന്ത്രിനെ പോയി കണ്ട് ഒരു CBI അന്വേഷണത്തിന് പിന്നെ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ മുജീബ്, ഈ MDMA വ്യാജ കേസിൽ ജയിലിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന ഈ റിദാൻ പിന്നീട് ഈ പറയുന്ന നിസാം എന്ന പേരുള്ള ഈ സ്വർണ്ണക്കടത്തുകാരനുമായി ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ തടഞ്ഞില്ലേ? അത്തരം പരിപാടികൾക്ക് പോകരുതെന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങൾക്ക് ഇത് അറിയില്ല. ഇവൻ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ആളാണെന്നൊന്നും നമുക്ക് അന്നൊന്നും അറിയില്ല. ഇവരിപ്പം ജയിലിൽ നിന്ന് കൂട്ടുകൂടി ഈ ഫ്രണ്ട്സായി പുറത്തിറങ്ങിയപ്പം ഈ നിസാമിന് വേറെ എന്തോ ഒരു കച്ചവടം ഉണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത്. അല്ലാതെ കള്ളക്കടത്തുമായി ഉണ്ട് എന്നില്ല അറിയില്ലായിരുന്നു. പിന്നീട് ഇവനെ ഈ കൊരട്ടി പ്രശ്നത്തിൽ പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിൽ ഇവന് സ്വർണ്ണക്കള്ളക്കടത്താണ്, ഇവന് അതിൻ്റെ ആളാണെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അത് അറിഞ്ഞ ശേഷം റിദാൻ എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ കേസിൽ എൻ്റെ ഈ ആപ്പിൾ ഫോണിൽ കുറേ ആളുകളുടെ പിന്നെ പല രഹസ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എന്തായാലും പുറത്തു വിടും, ഞാൻ പല ആളുകളും ഇതിൽ കുടുങ്ങാനുണ്ട് എന്നൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ എടുത്തിട്ടില്ല. ഈ സ്വർണ്ണക്കടത്തുമായി പോലീസിനുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണോ? പലതും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ ഈ ഇപ്പം MDMA കുറേ കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറേ കുടുക്കിയിലുള്ള പല പ്രശ്നങ്ങളുള്ള അതുണ്ടാകാം. ഇതേമാതിരി തന്നെ ഇപ്പോൾ ഇവിടെ കൊരട്ടിയിൽ പോയ ഈ ഒരു ജയിലിൽ കടന്നതിൻ്റെ അതിൻ്റെ ഒരു വിഷയങ്ങൾ, ഈ സ്വർണത്തിനെ പറ്റിയുള്ള കുറേ വിഷയങ്ങൾ അതിൻ്റെ ഉണ്ടാകാം. ഇതൊക്കെയാണ് അതിലുണ്ട് എന്ന് അന്ന് അവൻ എന്നോടും പറഞ്ഞ് അവൻ്റെ ഭാര്യനോടൊക്കെ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ഞാൻ പുറത്ത് വിടും, ആരും ഞാൻ വിടില്ല എന്നൊക്കെ. അതേമാതിരി തന്നെ എനിക്ക് കുറേ ശത്രുക്കൾ ഉണ്ട് എന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മളിതൊക്കെ വലിയൊരു സീരിയസ് ആക്കി എടുക്കാതെ ആ ഒരു രീതിയിൽ പോവുകയാണ് ഉണ്ടായത്. പക്ഷേ കൊലപാതകം നടക്കുമ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു സീരിയസും ഇതിന്റെ ബാക്കിൽ പല ഉന്നതന്മാരുണ്ട് എന്ന് നമുക്ക് തോന്നുകയും അങ്ങനെ ഒരു സാഹചര്യപ്പെട്ടെ. മുജീബ് തുടരൂ പ്ലീസ്. അപ്പോൾ ഇതിലിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസ് ഇതിലിപ്പം നമ്മൾ വളരെയധികം വിശ്വസിച്ച് കണ്ടാണല്ലോ നമ്മൾ ഈ കേസിൽ എല്ലാ രീതിയിലും നമ്മൾ അവരുമായി സഹകരിക്കുന്നത്. ആ സഹകരിക്കുമ്പോൾ ഈ പാവപ്പെട്ട ഈ പോലീസ് നമുക്ക് തരേണ്ട ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറയാതെ നമ്മൾ ഈ കേസിനെ പറ്റി അവരോട് ചെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കോടതി കൊടുക്കുമ്പോൾ നിങ്ങളറിയും, അല്ലെങ്കിൽ കോടതി കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കോപ്പി വാങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ കേസിനെ പറ്റി ഒരു രേഖയും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം ആ കേസ് കഴിഞ്ഞ് അവർ 150 160 സാക്ഷിമൊഴികൾ അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ആ സാക്ഷിമൊഴികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കേസ് നിലക്കൂല, ഇത് പൊട്ടിക്കാനുള്ള ഒരു കേസാണ് എന്ന് നമുക്ക് തോന്നുകയാണ് അത് വായിക്കുമ്പോൾ. ഈ മൊബൈലിനെ പറ്റിയൊന്നും അതിലൊരു വാക്ക് പോലും അതിലെഴുതിയിട്ടില്ല. മൊബൈൽ പുഴയിലേക്ക് എറിഞ്ഞു, അത് കിട്ടിയ ഒരു വേറൊരു ഫോണാണ്, അത് ഏതോ ഒരു കളവ് പോയ ഫോണാണ് പുഴയിൽ നിന്ന് കിട്ടുന്നത്. ആ ഫോണ് അതിൽ വെച്ച് ചെറിയൊരു എഴുത്ത് എഴുതി, ബാക്കിയൊന്നും ഈ തെളിവുകളൊക്കെ ഒന്നും എവിടെയില്ല. എന്തിനാണ് ഇവൻ കൊന്നത് അതും ഇവൻ്റെ FIR ഇതിലൊന്നും കാണിക്കുന്നില്ല. ഇവൻ തന്നെ കൊന്നതെന്ന് അവർ പറയുന്നു. അതിന് എന്താണ് കാരണം അത് ഇതിൽ എഴുതി ചേർക്കുന്നത് കാണുന്നില്ല.
ഇതൊക്കെയാണ് വ്യക്തിവൈരാഗ്യമാണ് എന്നാണ് ഏറ്റവും അന്ന് വലിയൊരു എസ് പി പറഞ്ഞത്. സങ്കടകരമായി. വ്യക്തിവൈരാഗ്യമാണെന്നാണ് അന്ന് എസ് പി പറഞ്ഞത്. അതെ, അല്ല വ്യക്തിപരമായ ഓരോ വൈരാഗ്യം ആച്ചെങ്കിലും ആ വൈരാഗ്യത്തിനൊരു കാരണം ഉണ്ടാവൂലേ? അതിഥികളിലേക്ക് തിരികെ. ശ്രീ കെ എം അഭിജിത്ത്, ഇവിടെ PV അൻവർ വിരൽ ചൂണ്ടുന്നത് P ശശിക്കെതിരെയാണ്. P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ്. ഈ P ശശിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച ADGPക്കെതിരെ അന്വേഷണം നടത്തുന്നത് DGP ആണ്. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നു, DGP അന്വേഷിക്കുന്നു ADGPക്കെതിരെ. ഇതിൽ P ശശി അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ? അല്ല, അജിംസ് അതാണ് പറയുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നോക്കൂ, ഇന്നലെയും ഇന്നുമായി വെളിപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് കൊലപാതകം, കൊള്ള, അഴിമതി, സ്വത്ത് സമ്പാദനം, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണ പൊട്ടിക്കലടക്കം ഗുരുതരമായ ആരോപണങ്ങൾ. ഇതൊക്കെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാത്രമല്ല. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ ആ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്ക് കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ കയ്യിലുള്ളൊരു ADGP ആയി മറ്റെല്ലാത്തിനെയും മറികടന്ന് അദ്ദേഹത്തെ നിയമിച്ചത് എന്തിനാണ് എന്നതിൻ്റെ പല മറുപടികളും ഉത്തരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും ഒരു ഈ പറയുന്ന നീതി ലഭിക്കുമെന്ന് ഈ അജിത് കുമാർ അടങ്ങുന്ന ക്രിമിനൽ സംഘത്തിന്, അല്ലെങ്കിൽ അവർക്ക് വെള്ളവും വളവും നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ആളുകൾക്കൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനെ അട്ടിമറിക്കുമെന്ന കാര്യത്തിൽ എന്താ തർക്കം? എന്തുകൊണ്ട് ഒരു CBI അന്വേഷണത്തെ, ഇത്രയും ഗുരുതരമുള്ള ഒരു ആരോപണങ്ങൾ കേൾക്കുന്ന ഘട്ടത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേവലം ഒരു സമയത്ത് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി എടുത്ത് പരിശോധിച്ചാൽ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കുമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടൊരു CBI പോലുള്ള ഒരു അന്വേഷണത്തെ ഈ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല? മറിച്ച് ഞങ്ങളൊരു DGPയെ വെച്ചൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഇതെല്ലാം അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകുമെന്നാണ് ഭരണകൂടം ശ്രമിക്കുന്നത് എങ്കിൽ, അങ്ങനെയാണ് ധരിക്കുന്നത് എങ്കിൽ, അതിന് ഈ സമൂഹത്തിൽ നടക്കില്ല. കേരളത്തിൽ അങ്ങനെ കണ്ണിൽ പൊടിയിട്ട് പോകാമെന്നുള്ളത് മിഥ്യാധാരണ മാത്രമാണ്. രണ്ട്, അജിംസ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നോക്കൂ, ഇന്നലെ നിങ്ങൾ കേരളത്തിൻ്റെ സേനയുടെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കുന്നേ. ഒരു IPS കാരൻ സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു SP, അയാൾ പറയുകയാണ്, കാല് പിടിക്കുകയാണ് ഒരു MLAയുടെ. അയാൾ SP ആണത്രേ, അദ്ദേഹത്തിൻ്റെ വലിയ ഭാവി ഉണ്ടത്രേ. ഞാൻ പറയുന്നു, പോലീസ് സേന എന്താണെന്ന് പഠിക്കാനെങ്കിലും ആ സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ തയ്യാറാകണം. കുറച്ചെങ്കിലും താൻ ഇട്ട യൂണിഫോമിനോട് ഇട്ട കാലത്തോളമെങ്കിലും ഒരു കടപ്പാടുണ്ടെങ്കിൽ ഈ സേനയിൽ നിന്ന് രാജിവെച്ച് പോകാൻ സുജിത് ദാസ് തയ്യാറാകണം. ഇത്രയും അപമാനമുണ്ടാക്കുന്ന സുജിത് ദാസ് അടക്കമുള്ള ആളുകളൊക്കെയാണ് ഇന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നത്, അതിന്റെ തലപ്പത്തേക്ക് വരുന്നത്. അഭിജിത്ത്, അയാളും കളങ്കിതനാണെന്നാണ് PV അൻവർ പറയുന്നത്. ഞാൻ പറയുന്നത് അതാണ്. ആ സുജിത് ദാസിനെ പോലെ, അജിത് കുമാറിനെ പോലുള്ള കുറെ ക്രിമിനലുകളുടെ കൈകളിലേക്ക് ഇന്ന് കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ പോവുകയാണ്. ഇതിനാരോ ഉത്തരവാദി? നോക്കൂ, ഇന്റലിജൻസ് സംവിധാനം അടക്കമുള്ള കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ ഇതൊന്നും അറിയാനിട്ടല്ല, ഇതെല്ലാം അറിയാം മുഖ്യമന്ത്രിക്ക്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നടക്കട്ടെ, കാരണം പങ്ക് പറ്റുന്നവർ, പങ്ക് വീതം വെക്കുന്നവർ ഇതൊക്കെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് ഇവരെയൊക്കെ മുഖ്യമന്ത്രി ഇത്രയും നാൾ സംരക്ഷിച്ചത് എങ്കിൽ അതിനി കേരളത്തിൽ നടക്കില്ല. ഞാൻ മുഖ്യമന്ത്രി അടങ്ങുന്ന ഈ ഭരണകൂടത്തിന്റെ, നോക്കൂ അജിംസെ, കേരളത്തിലെ CPMനെ നിങ്ങൾ വെറുതെ എടുത്ത് പരിശോധിച്ച് നോക്ക്. എക്കാലത്തും തിരുത്തലുകൾക്ക് വിധേയമാകുന്നു എന്ന് സ്വയം പറഞ്ഞിരുന്ന ആളുകളാണ്. അങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് ഒരു വാക്കുകൊണ്ട് അതിനെ എതിർക്കാൻ, ഒരു വാക്കുകൊണ്ട് ഇത് തിരുത്തണമെന്ന് പറയാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടോ? ഇന്ന് നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ പോലും CPM ഒരാളെ പറഞ്ഞയക്കുന്നില്ല. സാധാരണ CPM ചാനലുകളെ ബഹിഷ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഗൗരവമുള്ളൊരു 2 ദിവസമായി പത്രസമ്മേളനം നടത്തിയൊരു MLA കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ തങ്ങളുടെ സ്റ്റാൻഡ് പറയാൻ പോലും കഴിവില്ലാത്ത രീതിയിലേക്ക്, ഗതികേടിലേക്ക് CPM മാറുന്നുണ്ടെങ്കിൽ ഈ CPMന് കാലത്തിന്റെ മറുപടി ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ മുജീബ്, ഈ നിലവിൽ ഈ കേസിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഈ കേസിൽ കുറ്റപത്രം കൊടുത്തോ? ഈ APP കോടതിയിൽ ഹാജരായോ? അതെ, ഇതിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷേ APP ഹാജരായിട്ടില്ല. ഏത് കോടതിക്ക് അതുവരെ വരുന്നതെന്നും ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടുമില്ല. ഈ പ്രോസിക്യൂഷൻ, അതായത് APP നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തോ? ഒന്നും ചെയ്തില്ല. അതായത് ഈ PK ബഷീർ MLA ഇടപെട്ടതിന് ശേഷം ഒന്നും നടന്നിട്ടില്ല. അതെ, PK ബഷീർ MLA ഇടപെട്ടത് പുതിയൊരു APP, നമുക്ക് ഇഷ്ടമുള്ള ഒരു APPയെ വെക്കാൻ വേണ്ടിയിട്ടാണ് MLA ഇടപെട്ടത്. ആ ഇടപെട്ട കേസാണ് നമ്മൾ മുഖ്യമന്ത്രിക്ക് MLA കൊടുത്തത്. അതിൻ്റെ കാര്യങ്ങളാണ് SP ഓഫീസിലേക്ക് അവർ അന്വേഷണത്തിൽ വിട്ടത്. ആ കുട്ടീൻ്റെ SP ഓഫീസിൽ നിന്ന് വിട്ട മറുപടിയാണ് അങ്ങനെ ഒരു APPയെ വെക്കണ്ട എന്നും, അതിന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ഒരു അഡ്വക്കേറ്റിനെ വെക്കാമെന്നുമാണ് അന്ന് ആ തീരുമാനമാണ് വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വക്കീലിനെ വെക്കാമെന്ന്.
അതെ, അതായത് ഇപ്പം ഇവർ തരുന്ന APPന്റെ കൂടെ നമുക്കൊരു അഡ്വക്കേറ്റിനെ നിങ്ങൾ ആവശ്യപ്പെട്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ ആവശ്യപ്പെട്ടത്, അത് തന്നില്ല. ഓക്കെ, ഈ വിഷയത്തിൽ ഈ PK ബഷീറിന് ഇത്തരം സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു MLA എന്ന നിലയിൽ ഈ കൊലപാതകത്തെക്കുറിച്ച്? അതായത് PK ബഷീർ MLA ആദ്യം ഞങ്ങൾ തന്നെ ഈ കൊലപാതകത്തിനും ഈ നമ്മുടെ ഈ MDMA കേസിനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെട്ടപ്പം ഇതിൻ്റെയൊക്കെ പിന്നെ കാര്യങ്ങളിൽ പല രീതിയിലും അന്വേഷിക്കുകയും പല രീതിയിൽ ഞങ്ങൾക്ക് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും പിന്നീട് ഈ മകൻ മരിച്ചതിൻ്റെ ശേഷമാണ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേമായി തന്നെ അപ്പോഴാണ് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ ഇതിനെന്തായാലും വാദം വരുമ്പോൾ നമുക്ക് നല്ലൊരു APP ആണ് നമുക്ക് വേണ്ടത്. വാദിച്ച് നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ല APP വേണം എന്നുള്ള ഒരു അഭിപ്രായം MLA ആവശ്യപ്പെടുകയും അത് അടിസ്ഥാനത്തിലാണ് നമ്മൾ APP നമ്മൾ എഴുതി കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായി നമ്മളിങ്ങനെ ഈ കേസ് ഇനി എന്താവും, അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ അൻവർ MLAയുടെ ഈ പ്രസ്താവനയും കാര്യങ്ങളും നമുക്ക് കിട്ടുകയും നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മളും വളരെയധികം അതിൽ സത്യമുണ്ട് എന്ന് തോന്നുകയും അതിൻ്റെ പേരിലാണ് നമ്മൾ എല്ലാ രീതിയിലും ഇത് ഇനി എന്തായാലും CBIനെ കൊണ്ട് അന്വേഷിക്കാതെ നമുക്ക് മുന്നോട്ട് ഇനി CBI അന്വേഷിക്കാതെ വേറൊരു കാര്യത്തിനും പോകണ്ട എന്നുള്ളൊരു കാര്യം ഞങ്ങൾ ശരിക്ക് നിശ്ചയിക്കുകയാണ് ശരിക്ക് ചെയ്തിട്ടുള്ളത്. ശരി ശരി ശ്രീ അഭിജിത്ത്, ഈ PV അൻവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒന്ന്, തൃശ്ശൂർ പൂരം കലക്കാൻ ADGP അജിത് കുമാറിൻ്റെ ബുദ്ധിയായിരുന്നു ആ കലക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം, പോലീസിനകത്തെ RSS ലോബി അജിത് കുമാറിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നോക്കൂ, ഉച്ചയ്ക്ക് അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിക്ക് ഇതുവരെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതുവരെ ADGP അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന് ഉത്തരവിറക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ADGP അജിത് കുമാറാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. ഈ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാനുള്ള സമയമായി കഴിഞ്ഞു. അല്ല, തീർച്ചയായിട്ടും അജിംസ്, അത് തന്നെയാണല്ലോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊടും കുറ്റവാളികളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന നിലപാടാണ് ഈ സമയം വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് കൂടെ തന്നെ പൊതുസമൂഹ ആകമാനം ചർച്ച ചെയ്യുന്ന ഈ ഗൗരവകരമായ വിഷയങ്ങളിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ സമയത്ത് 9:40 ആകുമ്പോഴും കഴിഞ്ഞിട്ടില്ല. അജിത് കുമാറിൻ്റെ കവടിയാറിലെ സ്ഥലമടക്കം അവിഹിതത്തിലൂടെ തന്നെ എന്ന് നമുക്കൊരു അന്വേഷണവും കൂടാതെ പറയാൻ സാധിക്കുന്ന അത്തരം നടപടികൾ വരെ നമ്മളുടെ മുൻപിലുള്ളപ്പോൾ എന്തിനാണ് അജിത് കുമാറിനെ ഇപ്പോഴും ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അയാൾക്ക് ഇനിയും തനിക്കെതിരാകുന്ന അല്ലെങ്കിൽ തങ്ങൾക്കെതിരാകുന്ന, മുഖ്യമന്ത്രിക്കും തനിക്കും എതിരാകുന്ന എന്തെങ്കിലും നടപടികൾ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി നശിപ്പിക്കാനുള്ള സമയമാണോ എന്ന് സംശയിച്ചാൽ, ഒരു പൊതുജനം സംശയിച്ചാൽ, ഒരാൾ സംശയിച്ചാൽ അതിന് കുറ്റം പറയാൻ സാധിക്കില്ല. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ റിദാന്റെ കാര്യത്തിൽ നോക്കൂ അജിംസ്, റിദാന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഇന്നാണ് ഇത്തരം കാര്യങ്ങളുടെ വീണ്ടും ശ്രദ്ധയിലേക്ക് വരുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കൊലപാതകമല്ല ഇത് എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റിദാന്റെ അന്വേഷണം അവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. റിദാന്റെ കൊലപാതകത്തിൽ അവിടെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ കൊല ചെയ്ത ആളുകളെ സംരക്ഷിക്കാൻ അതിലൂടെ നേരത്തെ അൻവർ പറഞ്ഞു വെച്ച കാര്യങ്ങളെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ പല സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള അജിത് കുമാറിലേക്ക് പോലും എത്താവുന്ന കാര്യങ്ങളെ ഇല്ലാതാക്കാൻ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ സുജിത് ദാസ് എന്ന് പറയുന്ന IPS കാരനെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, റിദാന്റെ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി അയാളെപ്പോലും ഈ വിഷയത്തിലടക്കം മാറ്റി നിർത്തിയും അയാൾക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ ഭരണകൂടം തയ്യാറാകണം. എന്തായാലും അത്യന്തം അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ ക്രമസമാധാന രംഗം പോകുന്നത് എന്ന് പറയാതിരിക്കാൻ. ചേരാൻ വൈകിയാണ് കഴിഞ്ഞ സാങ്കേതിക തടസ്സം മൂലം. ഞാൻ ഒരു ചോദിക്കുകയാണ്, ഇതിൽ PV അൻവർ വിരൽ ചൂണ്ടുന്നത് P ശശിക്കെതിരെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ, വലിയ അധികാര പദവിയിലുള്ള ആളാണ്, ഒരു ഭരണഘടനാ പദവി അല്ലെങ്കിൽ വലിയ അധികാര പദവിയിലുള്ള ആളാണ്. ഉച്ചയ്ക്ക് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിൽ ഇതുവരെ അന്വേഷണം ഉത്തരവിറങ്ങിയിട്ടില്ല. നിലവിലും ADGP ക്രമസമാധാന ചുമതലയുള്ള, ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ആൾ അജിത് കുമാർ തന്നെയാണ്. ഇത് എന്താണ്? അദ്ദേഹത്തെ അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ച് ഇരുട്ടിൽ നിൽക്കുകയാണ്. എന്തുണ്ടെങ്കിലും തെളിവ് നശിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു. ചോദ്യം എന്നോടാണോ? അതെ 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 ബൽദേവ്. ഹലോ അതെ ഹലോ അതെ ബൽദേവ്, അങ്ങോട്ടാണ്. ശ്രീ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ആ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും അതിന്റെ ഗൗരവത്തോടെ തന്നെ കാണണം. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു MLA ആണ്. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിച്ച്
ആ ഇടതുപക്ഷത്തിൻ്റെ തന്നെ MLA ആണ്, വിശേഷിച്ച് ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആരോപണങ്ങളായി തന്നെ നിൽക്കുകയാണ്. ഇത് അന്വേഷിച്ച് ശരിയാണെന്ന് ബോധ്യം വന്നെങ്കിൽ മാത്രമേ ഈ പലരും വിമർശകർ പറയുന്നതിനകത്തേക്ക് വിരൽ ചൂണ്ടുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ആരോപണ വിധേയനായ ADGPയെ ആ സ്ഥാനത്ത് തെളിവുകൾ മുന്നിൽ വെക്കുന്നുണ്ട്. ഈ കവടിയാറിൽ 10 സെന്റ് സ്ഥലത്തിന് എത്ര രൂപയാവും? അവിടെ 12,000 സ്ക്വയർ ഫീറ്റ് എത്ര കാശാവും? ആ കാശ് ADGPയുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അത് തെളിവാണ്. വീടും ഇല്ല, ഒരു വീട് പണിയാൻ ഇത് മാത്രമല്ലല്ലോ. അതല്ല അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതല്ല പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അത് അദ്ദേഹം പണം ഉണ്ടാക്കുന്ന പല സോഴ്സുകളുണ്ട്. പോലീസ് ഓഫീസർമാരൊക്കെ പണം ഉണ്ടാക്കാൻ നമുക്കറിയാം, ഒരുപാട് സോഴ്സുകളുണ്ട്. വിശേഷിച്ച് അഡീഷണൽ DGP ഇരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് കുറേയൊക്കെ സോഴ്സ് ഉണ്ടാകും. അതല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന സാമ്പത്തിക സോഴ്സ് അവിടെ നിൽക്കട്ടെ, മറ്റ് പല ആരോപണങ്ങളും, നിരവധി ആരോപണങ്ങൾ, ഒരു കൊലപാതക കേസുമായിട്ടുള്ള ബന്ധം, സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മൾ തെളിയിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൂടെ തന്നെ ഇരുന്ന ഒരു വേദിയിലാണ് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമെന്നും ആരോപണ വിധേയനായ SP സസ്പെൻഡ് ചെയ്യുകയും തീർച്ചയായിട്ടും യാതൊരു തർക്കവുമില്ല, അന്വേഷണം ഉണ്ടാകും. അന്വേഷണത്തിന് സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇത് അന്വേഷിക്കാതെ ഇരുന്നാൽ ആരോപണങ്ങളായി തന്നെ നിൽക്കും. ഈ ആരോപണങ്ങളുടെ പോലീസുകാരനെതിരെയുള്ള അന്വേഷണം മാത്രമല്ല, ആരുടെ ആജ്ഞാനുവർത്തിയാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ. അത് നിയമപരമല്ലെങ്കിൽ പോലും നമുക്കറിയാം, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് PV അൻവറിന്റെ ആരോപണം. അദ്ദേഹത്തിന്റെ അറിവോടെയാണ്. അല്ല അൻവർ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അറിഞ്ഞുകൊണ്ടല്ലയോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തീർത്തും അറിഞ്ഞുകൊണ്ടാണെന്ന് ഒരിക്കലും അൻവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അറിഞ്ഞിരിക്കാം എന്നാണ് അൻവർ പറഞ്ഞത്. എന്നല്ല, തീർത്തും പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങൾ നടന്നതെന്ന് ഒരിടത്തും അൻവറിന്റെ ഒരഭിമുഖത്തിലും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ അറിഞ്ഞു കാണും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ പോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അറിഞ്ഞു കാണും എന്ന് പറയുന്നത് അതുപോലെ ആരോപണമായിട്ട് നിൽക്കുകയാണ്. പിന്നെ മറുവശം കൂടെ നമ്മൾ ആലോചിക്കണം. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആ അൻവറിനെതിരെ ഇടതുപക്ഷ കക്ഷിയിലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ തന്നെ CPM-നകത്ത് തന്നെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് നിരവധി കേസുകൾ കിടക്കുന്നു. അപ്പോൾ ആരോപിക്കപ്പെടുന്നയാളിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കണം. പിന്നെ ഈ അജിത് കുമാറിന്റെ കാര്യം ശരിയാണ്. അദ്ദേഹം നേരത്തെ തന്നെ കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇരുന്നപ്പോഴും സോളാർ കേസിലും സ്വപ്ന കേസിലും ഒക്കെ നിരവധി കുഴപ്പങ്ങൾ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷിക്കണം. ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് ക്രമസമാധാന ചുമതല ഏൽപ്പിക്കുകയാണ് ഈ സർക്കാർ. ബൽദേവ്, അങ്ങനെ കുഴപ്പക്കാരനാണ്. കുഴപ്പം എന്തൊക്കെയാ? ഈ സർക്കാരിന് കുഴപ്പമുണ്ടാക്കി. അതായത് ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാൾ സ്വപ്ന സുരേഷിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തെ 35 പ്രാവശ്യം ഫോണിൽ വിളിച്ചു. അതിന്റെ പേരിൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് മാറ്റിയ ആളാണ് ഇയാൾ. അയാളെ തിരികെ കൊണ്ടുവരുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹം സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ്. അതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ശരിയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സംഭവം നമ്മൾ കൂട്ടിക്കഴിക്കേണ്ട. കാരണം അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അങ്ങനെയുള്ള ആരോപണങ്ങളല്ല. അന്നൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ സാമ്പത്തിക ആരോപണങ്ങളില്ലായിരുന്നു, കസ്റ്റംസുമായിട്ടുള്ള ബന്ധപ്പെട്ട ആരോപണങ്ങളില്ലായിരുന്നു, കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് നിലയില്ലായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ടാണ്, ഇന്നലെയാണ് അദ്ദേഹത്തിനെതിരെ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ആരോപണം കൊണ്ടുവന്നത്. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു, ഇവിടെ ഇരിക്കുന്ന അഭിജിത്തിന് അറിയില്ല, ശ്രീ അജിംസിന് അറിയില്ല, നമുക്ക് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം സോളാർ കേസിലും സ്വപ്ന കേസിലും ഇടപെട്ടിട്ടുണ്ട്, അന്യായമായി ഇടപെട്ടു എന്ന് മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. പക്ഷെ അദ്ദേഹത്തിന് മറ്റു രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുണ്ടെന്നും ആളിനെ കൊല ചെയ്തിട്ടുണ്ടെന്നും വലിയ തോതിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്ന ഒരു യൂട്യൂബർക്കെതിരെ ഇതേ PV അൻവർ കൊടുത്ത പരാതി നേരെ ചെവി അന്വേഷിച്ചില്ല ഈ ADGP എന്നത് ആരോപിക്കുന്നു. അതേ തപ്പിപ്പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുന്നത്. ഇത് അതായത് ഈ സർക്കാരിനെ ആക്രമിച്ച ആൾക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണം പോലും ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കീഴിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിനെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും ആ യൂട്യൂബറെ അതിനകത്ത് പിന്നെ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് യൂട്യൂബറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നും പിന്നെ അതും ഇന്നലെ PV അൻവർ പറഞ്ഞ ആരോപണക്കകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ സമഗ്രമായിട്ട് അന്വേഷിക്കുന്നു. തീർച്ചയായിട്ടും അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ. നമുക്കറിയാം ഇപ്പോൾ എത്രയോ അന്വേഷണങ്ങൾ നമ്മളിവിടെ നടന്നു. കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കുന്നു, സംസ്ഥാന ഏജൻസികൾ അന്വേഷിക്കുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുപോലെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് വരട്ടെ. ഇന്ന് അൻവർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വളരെ നല്ലൊരു കാര്യമാണ്. ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ച് അന്വേഷിക്കണം.
അന്വേഷിക്കണം. പോലീസിനകത്തുള്ള ക്രിമിനലൈസേഷൻ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ അവർക്ക് പരസ്പരം സഹകരിക്കപ്പെടാം. അത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ച് അന്വേഷിക്കണമെന്ന് ശ്രീ അൻവർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിലൂടെ ഇതിനകത്ത് ആരോപണം എന്തൊക്കെയുണ്ടെന്ന് പുറത്തു വരണം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നല്ലവരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതിനകത്ത് ഇതുപോലെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുമുണ്ട്. അങ്ങനെ കുറച്ച് പേര് കറപ്റ്റഡ് ആയതുകൊണ്ട് കേരളത്തിലെ മൊത്തം IPS ഓഫീസർമാരും കറപ്റ്റഡ് ആണ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ അറിയാം, അഡീഷണൽ DGP സ്ഥാനത്തും ഇരിക്കുന്ന നിരവധി പേര് നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളവരുണ്ട്. അവരാരെങ്കിലും ഒരാൾ അന്വേഷിച്ച് പുറത്തു വരട്ടെ. അന്വേഷിച്ച് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അൻവർ പറഞ്ഞതിൽ എത്ര യാഥാർത്ഥ്യമുണ്ട്, ഈ നല്ല പോലീസ് ഏതാണ് എന്നെങ്ങനെ സർക്കാർ കണ്ടെത്തും? കാരണം സർക്കാർ നല്ലതെന്ന് കരുതി ക്രമസമാധാന ചുമതല ഏൽപ്പിച്ച ഒരു ADGPക്കെതിരെയാണ് ഈ ആരോപണം ഉള്ളത്. അദ്ദേഹം ആജ്ഞ സ്വീകരിക്കുന്നത്, നിർദ്ദേശം സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്നാണ് എന്നൊക്കെയാണ് ആരോപണം. അപ്പോൾ ഈ കേസ് ആരന്വേഷിച്ചാൽ തെളിയുമെന്ന ക്വസ്റ്റ്യൻ മാത്രം ബാക്കി. പ്രഖ്യാപിച്ച അന്വേഷണം ഇതുവരെ ഉത്തരവായിട്ട് ഇറങ്ങിയില്ല എന്ന സത്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് ബൽദേവ്, ശ്രീ അഭിജിത്ത്, മുജീബ് ഇത്രയും സംസാരിച്ചത്.